11:30 ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. ഈ 11:30 സമയത്ത് നമ്മളപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് നമുക്ക് കിട്ടൂല. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. കാറ്റുള്ളതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അറിയാനുള്ളല്ലേ. കുഞ്ഞമൊഴി പോണാ ചേട്ടോ, ഏത് വഴിയാണെന്ന് വല്ല പിടുത്തുണ്ടോ? കാട്ടോത്ത് ഊണ്, ചായ, കാപ്പി, പൊറോട്ട, ബീഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് ഒറ്റപ്പെട്ടു അല്ലോ. അത് കയറി. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിമ്മിനി ഡാമിലേക്കാണ് പോകുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി ഡാം. അപ്പോൾ നമ്മൾ ഈ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴി ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ നമ്മൾ നിർത്തിയൊക്കെയാണ്, വണ്ടി നിർത്തിയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഈ യാത്ര, അപ്പോൾ നമ്മളുടെ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഈ യാത്ര ഉള്ളത്. അപ്പോൾ നമ്മളത് എവിടെ വേഗന്മാരത് ഫോട്ടോ എടുക്കലും ബഹളമൊക്കെയാണ്. അപ്പോൾ നല്ലൊരു സ്ഥലം ഇവിടെ നല്ലൊരു രസമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണത്. കണ്ട ചുറ്റും ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിലും നല്ല കുഴപ്പമില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട് അല്ലേ. നല്ല കാറ്റ് സംഭവമൊക്കെ ഉള്ള സ്ഥലമല്ലേ. അടിപൊളി അടിപൊളി. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളമാണ് ചിമ്മിനി ഡാമിൻ്റെ അടുത്തേക്കുള്ളത്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. നല്ല അടിപൊളി വഴികളാണ് കേട്ടോ. റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. നമ്മളിപ്പോൾ വെള്ളിക്കുളങ്ങര കൊടകര വഴിയൊക്കെയാണ് ഇങ്ങോട്ട് കയറിയത്. ആ വഴിയൊക്കെ കുറച്ച് വീതി കുറഞ്ഞ റോഡുകളുണ്ടെങ്കിലും നല്ല റോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ല സൂപ്പർ റോഡുകൾ ഇതുണ്ട്. ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ പോകുമ്പോൾ തന്നെ അങ്ങനെയുള്ള മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിമ്മിനി ഡാമിൻ്റെ പരിസരമാണ് കാണുന്നത്. നല്ല സൂപ്പർ നിത്യഹരിത വനപ്രദേശമെന്നാണ് കേട്ടോ തോന്നുന്നത് ഈ ഭാഗമൊക്കെ. അതായത് ഈ ചിമ്മിനി വനമേഖലയിലുള്ളത് 2 തരം വനങ്ങളാണ്. നിത്യഹരിത വനങ്ങളും കുറേ ഏരിയ ഇലപൊഴിയുന്ന വനങ്ങളുമാണുള്ളത്. നമ്മളപ്പോൾ പോകുന്ന വഴി കണ്ട് നമുക്കിത് കുളിക്കാനുള്ളൊരു കടവൊക്കെ കണ്ടിട്ട് ഇവിടെ ഇത് കണ്ട അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്. വലിയ ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമെന്നാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ ഇത് വേണ്ട, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് കുറേ മൂരിക്കുട്ടന്മാരാണ് ഇവിടെ കുളിക്കുന്നത്. നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വീകരിക്കാൻ പറ്റണ്ട. കുറേ ഉണ്ടല്ലേ അപ്പുറത്തെ കണ്ടിട്ട് കുറേ വരണണ്ടിങ്ങാട് ഇവന്മാര് ഇവിടെ ഇവിടെ നിന്ന് പോണത് വളർത്തണായിട്ടുള്ള വരവോക്കിയ നല്ല ഒഴുക്കുണ്ട്. കാലക്കത്തേക്ക് പോകണ്ട. പിന്നെ പോണാടെ കുഞ്ഞമൊഴി പോണാടാ. വരും വരും. അത് ഒറ്റപ്പെട്ടു അല്ലോ. അത് കയറി. ഈറ്റങ്ങളാരും വളർത്തണമെന്നാട്ടോ തോന്നുന്നത്. സ്ഥിരം ടീമാണ് ഈറ്റങ്ങൾ. അപ്പുറത്തേക്ക് എന്തിനോ പോണതാണ്. ഒക്കെ കൂടി വന്ന് കൂട്ടം കൂടി നിൽക്കണുണ്ട്. അപ്പുറം പോയി വന്നിട്ട് നേരെ ഇപ്പുറം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി പോകുന്ന വഴി കുളിക്കാൻ സ്ഥലങ്ങളുണ്ട്. ഒരു വലിയൊരു മരമുണ്ട് ഇവിടെ. ഈ മരത്തിന് താഴെയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡ് തന്നെയാണ് ഈ മരം കാണുന്നത്. ഈ മരത്തിൻ്റെ താഴെയായിട്ടാണ് ഈ കുളിക്കണം. അധികം ആഴമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടിച്ചു പിടിച്ച് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങളിത് കുളിക്കാനായിട്ട് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പാണ് ഈ മൂരിക്കുട്ടന്മാർ ഇറങ്ങിയത്. ഇങ്ങോട്ടൊക്കെ പോകുന്നവർ ഈ മരമടയാളം വെച്ചാൽ മതി. ആ മരത്തിന് നേരെ താഴെ തന്നെയാണ് ഈ കുളിക്കുന്ന സ്ഥലം. അധികം ആഴമൊന്നുമില്ല ഇവിടെ. നല്ല നിരപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒഴുക്കുണ്ട് കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഡാമിൽ നിന്ന് അടിച്ചു വിടുന്ന വെള്ളമാണ് ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു ചെളി മണമുണ്ട്, നല്ലൊരു മണമുണ്ട്. അത് ഈ സമയമായത് കൊണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ വേനലാണല്ലോ. വേനലിന് ചിലപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം ആ ചെളി മണം വരുന്നത്. ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. കാട്ടോത്ത് മാൻ പശു കാട്ടോത്ത്. നമ്മളിങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാട്ടുപോത്തുകളാണല്ല. കാട്ടുപോത്തല്ല, ഈ മൂരിക്കുട്ടന്മാരാണല്ല. ഇത് കംപ്ലീറ്റ് മൂരിക്കുട്ടന്മാരാണ് കേട്ടോ. ഇതുണ്ട് എന്തൊരു മൂരിക്കുട്ടന്മാരാണെന്നൊക്കെ സകല സ്ഥലത്ത് മീറ്റിയാണ് അഴിച്ചു വിട്ടേക്കുന്നത്. ശരിക്കും തമിഴ്നാട്ടിലെ പോലെ തന്നെ. തമിഴ്നാട്ടിലൊക്കെയാണ് സാധാരണ ഇങ്ങനെ കാണുന്നത്. ഇതേപോലെ അഴിച്ചു വിടുന്നത് മൂരിക്കുട്ടന്മാരെയൊക്കെ. ഇതിൻ്റെ എത്ര എണ്ണം നോക്കി. അതങ്ങാൻ വട്ടം ചാടി എൻ്റെ മേത്തെങ്ങാൻ മുട്ടിയിരുന്നെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. നോക്കിപ്പോയാൽ മതി.
ശരിക്കും ഈ പ്രദേശമൊക്കെ ആന ഇറങ്ങുന്നൊരു പ്രദേശമാണ് കേട്ടോ. ആന കാണുന്ന ഒരു പ്രദേശമാണ്. ആന ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്കും ആന കാണാൻ സാധിച്ചില്ല. ആന കയറിപ്പോയി കഴിഞ്ഞിരുന്നു. നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ടീം പറയുന്നുണ്ടായിരുന്നു ആന ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് ആന കാണാൻ സാധിച്ചില്ല. ആന കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്യാമറയും വെച്ചുകൊണ്ടിരുന്നത്, പക്ഷേ മൂരിക്കുട്ടന്മാരായി പോയി വട്ടം ചാടിയത്. നമ്മൾ ആ ഡാമിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയൊക്കെയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കണം കേട്ടോ. സെൻറ്റ് ജൂഡ് ചർച്ച് എച്ചിപ്പാറ ചിമ്മിനി ഡാം. എച്ചിപ്പാറ എന്നുള്ളൊരു സ്ഥലമുണ്ട്. എച്ചിപ്പാറ നമ്മളപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോണത്. നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളത് ഫുഡ് മേടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വേണം. എന്തൊക്കെയാണ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ഇവിടെ ഊണ്, ചായ, കാപ്പി, പൊറോട്ട, ബീഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എച്ചിപ്പാറ ഇവിടെ 2-3 കടകളുണ്ട്. ഇപ്പുറത്ത് തന്നെ വേറൊരു കടയും കൂടി ഉണ്ട്. അപ്പുറത്ത് വേറൊരു കടയും കൂടി കാണുന്നുണ്ട്. നമുക്ക് ഈ കടയിൽ ആദ്യം ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ്. എന്തെന്നാളുള്ളത്? പൊറോട്ട വേറെ വല്ല ഉണ്ട്? 12 പൊറോട്ട. കറി എന്തെന്നാ? കറി ബീഫ് എങ്ങനെയാ പ്ലേറ്റ്? അല്ല പ്ലേറ്റ് ഇതാണോ? പ്ലേറ്റ് എത്ര? ഓംപ്ലേറ്റ് വല്ലതാണോ? ഇവിടെ ഉണ്ടിട്ടൊരു കട. അപ്പോൾ നമ്മൾ ഈ ചിമ്മിനി ഡാമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഭക്ഷണം മേടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഭക്ഷണം അവിടെ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം മേടിക്കുകയാണ്. പൊറോട്ടയും ബീഫും ചിക്കനും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പുറത്തെ കടയിൽ ചിക്കനും പൊറോട്ടയാണ് ഉള്ളത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളൊന്നും ഇവിടെ ഇല്ല. വെറൈറ്റി ഫുഡുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളാണുള്ളത്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ലോണം ഫുഡ് ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയുന്നത്. നല്ല നല്ല ഫുഡുകൾ ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ, അവിടെ ഫുഡ് കിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോൾ ഡാമിന് താഴെ ഒരു കടയുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. ഇതേപോലത്തെ ഒരു ഹോട്ടലുണ്ട്. കപ്പയും ബോട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവർ പറഞ്ഞത് നുണയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നുണയാണ്. ഇവിടെ ഫുഡ് കിട്ടില്ല എന്നുള്ളത്. ഇവിടെ ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ചിമ്മിനി ഡാമിൻ്റെ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലേക്ക് കയറണം. ഡാമിൻ്റെ മേലേക്കാണ് പോകുന്നത് കേട്ടോ. വെള്ളം ഡാമിൽ നിന്ന് അടിച്ച് പുറത്തേക്ക് വിടുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ട് തന്നെ കേൾക്കുന്നുണ്ട്. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. എരമ്പലിൻ്റെ വെള്ളം ശരിക്ക് വിടുന്നുണ്ട്, തുറന്ന് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ മേലെ കാഴ്ചകൾ കണ്ടിട്ട് താഴേക്ക് പോവാം. നമ്മൾ മേലേക്ക് എത്തിയൊക്കെയാണ്. ഇവിടെ കൊട്ടവഞ്ചിയും സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിവിടെ കൊട്ടവഞ്ചിയൊന്നും കണ്ടില്ല കേട്ടോ. ഈ സമയമായതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ കൊട്ടവഞ്ചി കാണാത്തത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12:30 ടൈമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. 12-1 മണിയോളം ആയിട്ടുണ്ട്. ആ സമയമായതുകൊണ്ടോ അതോ ഇടദിവസമായതുകൊണ്ടോ ഒന്നറിയില്ല നമുക്ക് കൊട്ടവഞ്ചി ഇല്ലാത്തത്. കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലേക്ക്, ഈ ഡാമിൻ്റെ മേലേക്ക് നടക്കാൻ നേരിയാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ ഇവിടെ അടച്ചിട്ടൊക്കെയാണ്. ഇവിടെ ആ മേലേക്ക് പ്രവേശനമില്ല. അവിടെ ഗേറ്റ് വെച്ച് അടച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡാമിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഡാമിൽ തീരെ വെള്ളം കുറവാണ്. തീരെ വെള്ളമില്ല. എന്താ വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഡാമിൻ്റെ താഴേക്കൊന്ന് പോയി നോക്കാം. ഈ ഡാമിൻ്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം അടിച്ചു വിടുന്നൊരു കാഴ്ചയുണ്ട്. അതിലേക്കൊന്ന് പോകാം നമുക്ക്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് അടിച്ചു വിടുന്ന വെള്ളത്തിലാണ് നമ്മൾ നേരത്തെ കുളിച്ചത്. ആ കുളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന വെള്ളം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചെളിമണം ഇവിടെയും ഉണ്ട് കേട്ടോ. ആ ചെളിമണം ഒരു വല്ലാത്തൊരു ചെളിമണമാണ്. അപ്പോൾ ആ ചെളിമണം ഇവിടെയും ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നിന്ന് അടിച്ചു വിടുന്ന വെള്ളമാണ്. ദേവൻ പറഞ്ഞു ഈശ്വര ഇവനിടിച്ച് താഴേക്ക് ഇടും. അപ്പോൾ ഞാനും പേടിച്ചിട്ടുണ്ട്, അവനും പേടിച്ചിട്ടുണ്ട്. എപ്പോട്ട് നോക്കിയാലും മരമുള്ള പൊയ്ക്കൊട. ഇതിപ്പോൾ ഒരെണ്ണമുള്ള കേട്ടോ, ഒരെണ്ണമുള്ളൂ. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മൂലിക്കുട്ടന്മാർ തന്നെയാണ്.
ചിമ്മിനിക്കാടുകളിലെ മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം അത് തടഞ്ഞു വെക്കുന്നത് ഈ അണക്കെട്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഈ ചിമ്മിനി അണക്കെട്ട്. അപ്പോൾ നമ്മളുടെ ഈ ചിമ്മിനി അണക്കെട്ടിലേക്കുള്ള ഈ യാത്രാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.